നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ, തർക്കങ്ങൾ, ചർച്ചകളൊക്കെ നടന്നതാണ്. ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങിയെന്നാണ്. ഇപ്പോൾ വീണ്ടും കേൾക്കുന്നത് ആലപ്പുഴയിൽ ഒരു സ്ത്രീയുടെ 2 വിരലുകൾ അനുവാദമില്ലാതെ മുറിച്ചു മാറ്റി. പാലക്കാട്ട് മറ്റൊരു കുട്ടി ചികിത്സയുമായിട്ട് ചെന്നപ്പോൾ അതിൻ്റെ വലത് കൈ മുറിച്ചു മാറ്റി. ശരിക്കും എവിടെയൊക്കെയോ വലിയ പിഴവുകൾ പറ്റുന്നില്ലേ? അല്ല, അതിനകത്ത് ഇപ്പം സുരുചി പറഞ്ഞതിനകത്തൊരു കാര്യം വളരെ വസ്തുതയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഭരണം എന്നൊരു സംഗതിയുണ്ട്. ആ ഭരണം നമ്മൾ വളരെ സൂക്ഷ്മമായ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് നടക്കത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യശരീരം പോലെയാണ് സാധനം. നമ്മുടെ വിരലിൻ്റെ ഏറ്റവും ചെറിയ വിരലിൻ്റെ അറ്റത്ത് പോലും നമ്മൾ ശ്രദ്ധ അല്ലേ, നമ്മൾ ശ്രദ്ധ കൊടുത്തേ പറ്റും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സിസ്റ്റത്തിനെ കണ്ടിട്ട് ഇപ്പം മിനിസ്റ്റർ തന്നെ പണ്ട മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് സിസ്റ്റത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഈ സിസ്റ്റം എവിടെയോ പാളിയിരിക്കുന്നു. കാരണം ആ സിസ്റ്റം പാളുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പാലക്കാട്ടൊരു കുട്ടി അതിൻ്റെ ഫ്രാക്ചറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്രാക്ചറായിട്ട് വന്നാൽ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രോട്ടോക്കോളുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇത്തരം പ്രോട്ടോക്കോൾസ് അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപൂർവമായിരിക്കും ഇങ്ങനെയുള്ള സംഗതി ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിലും ഒരു കുട്ടിയുടെ ഒരു വലത് കൈ എൻ്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല. അതെ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വലത് കൈയാണ്. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഒരു ഭയങ്കരമായ ഒരു ആക്സിഡൻ്റൊക്കെ വന്ന് കൈ ഒടിഞ്ഞ് മുട്ടിലിട്ട് അരഞ്ഞു പോയിട്ടൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ചെറിയ ഫ്രാക്ചർ വന്നിട്ട് പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിച്ചു, പിന്നീട് അതിൻ്റെ കൈ മുറിച്ചു മാറ്റി, ഇൻഫെക്ഷനായി മുറിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോസസ്സിൽ എവിടെയോ പാളിച്ച പറ്റി. ദാറ്റ് മീൻസ് സിസ്റ്റത്തിനകത്തൊരു പാളിച്ച പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിരന്തരമായി ഒരു ആശുപത്രിയിലെ സംഗതികൾ, ഇപ്പോൾ അവിടുത്തെ എല്ലാ ആശുപത്രിക്കും അതിൻ്റേതായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നൊരു അധികൃതനോ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അവർ കൃത്യമായിട്ട് ഓരോ സംഗതിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി അങ്ങനെ മീറ്റിങ്ങുകൾ നടത്തി അതിൻ്റെ പോരായ്മകളെന്താ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോരായ്മകളെന്ത്, അതിനകത്ത് എന്തെല്ലാം ആവശ്യമില്ലാത്തതുണ്ട്, അതെങ്ങനെ ഇത് മുകളിലേക്ക് അത് എസ്കലേറ്റ് ചെയ്ത് അത് ലഭ്യമാക്കണം. ഇങ്ങനെയുള്ളൊരു വരുമ്പോഴത്തേക്ക് പൊതുവിൽ ഈ ആശുപത്രിയിൽ ശ്രദ്ധ വരും. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായ സമ്മർദ്ദങ്ങളുടെ മേലിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ഈ മീഡിയം ടൈപ്പ് ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഇല്ലാണ്ടായി. കാര്യം ഒന്നുകിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രി, മറ്റേതല്ല ചെറിയ ചെറിയ ആശുപത്രികൾ ധാരാളം ഉണ്ടായിരുന്നു. വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ അഫോർഡബിൾ. അതായത് ഒരു ഡോക്ടർ, അത്യാവശ്യം ചിലപ്പോൾ ഒരു എക്സ്റേ സംവിധാനം, അങ്ങനെയുള്ള സംഗതികൾ, ഒരു ലാബ് ഒക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു മിനിമം എക്സ്പെൻഡിച്ചറേ വരത്തുള്ളൂ. അതെ, നമ്മളൊരു ക്ലിനിക്ക് എന്ന് പറയുന്ന പോലെ. പിന്നെ അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ചെറിയ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഈ സ്വകാര്യ ആശുപത്രികളിൽ ധാരാളം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു ഡോക്ടറായിരിക്കും, അതെ, അപ്പോൾ ഒരാളുടെ തന്നെ സംരംഭമായിരിക്കാം. അത്തരത്തിലുള്ള ക്ലിനിക്കുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഇപ്പം നമുക്ക് ഹൈലി ടെക് ബേസ്ഡ് ആയി, എഞ്ചിനീയറിംഗ് ആയി, മെഡിസിൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആയി മാറിക്കഴിഞ്ഞു. കാര്യം എല്ലാത്തിനും ഈ സ്കാൻ റിപ്പോർട്ടുകൾ എന്തിനാണെങ്കിലും ഈ മറ്റേ നമ്മുടെ പുതിയ മെഷീനുകൾ പരിശോധിച്ച് വരുന്ന റിസൾട്ട് വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നത്. രോഗിയെ നോക്കിയല്ല ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെല്ലാം ഇപ്പം പേഷ്യൻസിനും അങ്ങനെയാണ്. നിവൃത്തിയില്ലെങ്കിൽ പോലും പണയം വെച്ചിട്ടോ എന്തെങ്കിലും വിറ്റിട്ടോ പോലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോകും. കാര്യം ജീവനാണല്ലോ പ്രശ്നം. അപ്പോൾ ഈ ചെറിയ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർക്ക് പോകാനും പറ്റില്ല. അങ്ങനെ ഇത്തരം ഹോസ്പിറ്റലുകൾക്ക് നിലനിൽപ്പില്ലാണ്ടായി വന്നു. പിന്നെ അതിന് നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആശ്രയിക്കുന്ന സ്ഥലമായിട്ട് സർക്കാർ ആശുപത്രികൾ മാറി. സർക്കാർ ആശുപത്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞപ്പം ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് പ്രകടമായ മാറ്റങ്ങളുണ്ടായിരുന്നു. അതായത് വളരെ ഒരു സ്വകാര്യ ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ പോകുന്നതിൻ്റെ വൃത്തിയും അടുക്കും ചിട്ടയും ഒക്കെ ഈ മറ്റേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്കൊക്കെ വന്നിരുന്നു. അതിപ്പോഴും ചിലയിടത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രധാന കാരണം ഈ കുടുംബശ്രീ പ്രവർത്തകരുണ്ടല്ലോ, അത് അവരുടെ സേവനം, അത് അവരുടെ പ്രവർത്തനം കാണേണ്ട. അത് അവിടെയാണ് ഞാൻ പറയുന്നത്, കുടുംബശ്രീയുടെ ഒരു ഭരണ സംവിധാനമുണ്ട്, അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വളരെ കൃത്യമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അത് കുടുംബശ്രീ അത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റിനും അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുകയും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമിക് ക്യാരക്ടർ കുടുംബശ്രീക്കുണ്ട്.
അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സും പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും ഒക്കെ ഇപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് സാർ. പക്ഷേ ഇവിടെ ഈ ഹെൽത്ത് സെക്ടർ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ കാണുന്ന സംഗതി, ഈ ഇപ്പം പാലക്കാട്ടെ സംഭവം എടുക്കുകയാണെങ്കിൽ അവിടെ ഈ പ്രഷറുണ്ടാവും, കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവും. ഡോക്ടേഴ്സ് ഈ പറഞ്ഞ മനുഷ്യരല്ലേ, അവർ ക്രമാതീതമായ പേഷ്യൻസ് നോക്കുമ്പോൾ അവരും ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ വരും, ടയർഡായി പോവും, പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനം, അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്, അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഒരു ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട സാധനം. ഒരു ഇഷ്യൂവിനെ, ഒരു പ്രോബ്ലത്തിനെ കണ്ട ആ പ്രോബ്ലത്തിലേക്ക് നോക്കണം, നോക്കി പ്രോബ്ലം സ്റ്റഡി ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിലവിലുള്ള സംവിധാനത്തിൽ ഇതെങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും? പെട്ടെന്ന് ഇപ്പോൾ ഫണ്ടില്ലെങ്കിൽ എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ടാണല്ലോ ഒരു മന്ത്രി പൊളിറ്റീഷ്യൻ കൂടെ ആവുന്നത്, അല്ലേ? അപ്പോൾ അത് ആ ഒരു ഒന്നുകിൽ ഈ മന്ത്രി അതിനായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിക്കുകയോ, ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ യൂണിയൻ്റെ സമ്മേളനം നടക്കുകയാണെങ്കിൽ എത്ര കോടികളാണ് ചെലവഴിക്കുന്നത്, അല്ലേ? അതൊക്കെ നിസ്സാരമാണ്. പണം ഇന്ന് കേരളത്തിലൊരു നിസ്സാരമായ സംഭവം. കാര്യം ഈ ദാരിദ്ര്യം ഈ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ, ബാക്കി ഇപ്പോൾ സംഘടനകൾക്ക് ഒന്നും ഒരു ദാരിദ്ര്യമില്ല. അപ്പോൾ ഇത്തരം ഈ ഒരു വിഷയം സ്റ്റഡി ചെയ്യാനായിട്ട് മന്ത്രിക്ക് ഉള്ള ശേഷിയില്ല. മന്ത്രി എപ്പോഴും ഡിഫെൻസീവാണ്. അതാണ് ഈ ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും ചേരാത്ത ഒരു യോഗ്യത, ഡിഫെൻസീവ് ആകരുത്. ഡിഫെൻസീവ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ചേഞ്ചിന് സാധ്യമല്ല. ഡിഫെൻസീവ് ആയി കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഒരു മിനിസ്റ്റർ എന്ന് വെച്ചാൽ റെസ്പോൺസിബിളാണ്. ഈ കേരളത്തിലുണ്ടാകുന്ന എന്ത് സംഭവമാണെങ്കിലും ആരോഗ്യരംഗത്തുണ്ടാകുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ചികിത്സാ രംഗത്തുണ്ടാകുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് ഈ മിനിസ്റ്ററുടെ ഉത്തരവാദിത്വം. മറിച്ച് നമ്മുടെ മന്ത്രി വീണ ജോർജിനെ എപ്പോൾ നോക്കിയാലും ഡിഫെൻസീവായിട്ട് അറ്റാക്കിന് നേരിടുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരിക്കലും ക്രിയേറ്റീവ് ആവാൻ പറ്റത്തില്ല. അതൊരു സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ക്രിയേറ്റീവ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതിനെ കണ്ടുപിടിക്കും. ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ, ഒരു പുതിയ സംഭവത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ പുതിയ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനും ആ പുതിയ സംഭവത്തിൻ്റെ രീതി മനസ്സിലാക്കാനുള്ള ശ്രമമാകുമ്പോഴത്തേക്കാണ് പുതിയതിനെ കാണുന്നത്. ആ പുതിയതിനെ കാണുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം. ഒരു ഭരണാധികാരിക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം. അതല്ലെങ്കിൽ പല രീതിയിലുണ്ട്. ചിലത് സ്റ്റാറ്റസ് കോ റണ്ണേഴ്സ് ഉണ്ട്. കൃത്യമായിട്ടൊരു കാര്യങ്ങൾ തന്നെ പ്രോസസ്സ് നോക്കി അടുക്കി ചെയ്യാനുള്ളത് ചെയ്ത്, ഈ കുടുംബശ്രീ സ്റ്റാറ്റസ് കോൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്ത് പോകും. ശൈല ടീച്ചറുടെ വിജയം അതായിരുന്നു. അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ പഠിക്കും. നിപ്പൊക്കെ ആദ്യമായിട്ട് വന്ന സമയത്ത് അറിയില്ല, പഠിച്ചിട്ട് അറിയാവുന്നവരോട് ചോദിക്കും, പഠിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് ഒരു സ്റ്റാറ്റസ് കോ റണ്ണേഴ്സാണ്. ഇവർ ചിലപ്പം വലിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കത്തില്ല, പക്ഷേ ഉള്ള സിസ്റ്റത്തിനെ അവർ നന്നായിട്ട് കൊണ്ടുപോകും. പക്ഷെ മന്ത്രി വീണ ജോർജിനുള്ള പ്രശ്നം ഈ ഡിഫെൻസീവ് ആയത് കാരണം എല്ലാം ഞാനങ്ങ് നന്നായി പോകും. ഞാൻ എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു മീഡിയ പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം മീഡിയ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഫോക്കസിലേക്ക് അവരുടെ ശ്രദ്ധ മാറി. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് തോന്നുന്നു. അപ്പം മറ്റു കാര്യങ്ങൾ ശ്രദ്ധ പറയും. പിന്നെ എല്ലാത്തിനും ഡിഫെൻഡ് ചെയ്യുക. ചില സംഗതികളുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് കൃത്യമായിട്ട് നടപടി അതിന് പ്രാവശ്യം എടുക്കുക. പിന്നെ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആ വിഷയം ശരിയാണോ അല്ലയോ എന്ന് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഭരണാധികാരിക്ക് അടിയന്തരമായിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജില്ലാ ആശുപത്രി എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിന് എന്തെങ്കിലും പരിമിതികളുണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, അവിടുത്തെ വിഷയങ്ങളെന്ത്, ഇതിനൊക്കെ ഇടയ്ക്കല്ല മീറ്റിങ്ങുകൾ വിളിക്കുന്നില്ലേ? അപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ആ സൂപ്രണ്ട് വരുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നങ്ങളുമായിട്ടല്ലേ വരണ്ടേ? അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ഡോക്ടേഴ്സുമായിട്ടും മറ്റ് സ്റ്റാഫുമായിട്ടും രോഗികളുമായിട്ടും സംസാരിച്ചിട്ട് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് മിനിസ്റ്ററുടെ അടുത്തേക്ക് പോകണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ അലംഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ കുട്ടിയുടെ കൈ പോയി, മറ്റൊരു സ്ത്രീയുടെ 2 വീട്ടിൽ പോയി, ഈ അലംഭാവം കാണിക്കുന്നവർക്കെതിരെ എന്ത് നടപടി? അത് മാത്രമല്ല, ഏറ്റവും അപഹാസ്യമായ സ്ഥാനം എന്താ അറിയോ? നമുക്ക് കണ്ടറിയാം, ഈ ടെലിവിഷനിൽ നോക്കിയിരിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ സൂപ്രണ്ടിനെ കാണുമ്പോൾ ഇത് ഡോക്ടറുടെ പ്രശ്നം കൊണ്ടല്ല ഉണ്ടായത്, ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായില്ല. സെയിം സാധനം പാലക്കാട് സംഭവിച്ചു അല്ലേ? പിന്നെ ഈ കുട്ടിയുടെ പ്രശ്നം കൊണ്ടുണ്ടായത് ആണോ? അതോ നീ കുട്ടി കൈ മുറിച്ച് കളഞ്ഞെന്നുള്ളത് കളവ് പറയുകയാണ്? രണ്ടായാലും ആ കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവണം. ആ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കാരണത്തിനുണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് നിർണ്ണയിക്കുമ്പോഴാണ് ആ വിഷയം മനസ്സിലാവുക. അത് നിർണ്ണയിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം, ബന്ധുക്കളെ ബോധ്യപ്പെടുത്തുകയും വേണം, ഭാവിയിൽ ഉണ്ടാവാതിരിക്കുകയും വേണം. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു സ്ത്രീ കാല് മുറിഞ്ഞു, സീനത്ത് മുറിഞ്ഞ സ്ത്രീ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അത് ആലോചിക്കണം. ആലപ്പുഴയിലെ അവിടെ ഒരു
ഇതൊരു കാല് മുറിഞ്ഞെത്തി, അവരുടെ 2 വിരൽ മുറിച്ച് കളഞ്ഞു. എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. അവർക്കും അറിയില്ല. അവർ പിന്നീട് നോക്കുമ്പോഴാണ് അവരുടെ 2 വിരൽ കാണാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഇറസ്പോൺസിബിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു മിനിമം മര്യാദ ഇല്ലേ? ഇതിന് നിയമമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് ഏതെങ്കിലും ഒരു ഡോക്ടർ ഒരു വാള് വെച്ചോ അല്ലെങ്കിൽ എന്ത് വെച്ചാലും മുറിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടല്ലേ, ഇത് പേഷ്യൻറ്റിനെ അറിയിച്ചോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ അറിയിച്ചോ, ഇതിൻ്റെ പിന്നെ ഇത് മുറിക്കുന്നതിനുള്ള സമ്മതിപത്രം വാങ്ങി തന്നിട്ടുണ്ട്, ഇതൊക്കെ വാങ്ങിക്കേണ്ടതല്ലേ. പക്ഷേ 2 വിരൽ അവർ പിന്നെ നോക്കുമ്പോൾ 2 വിരൽ കാണുന്നില്ല. അപ്പോൾ ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് ഈ ഇറസ്പോൺസിബിലിറ്റി എന്തുകൊണ്ടൊരു ഡോക്ടറുടെ ഭാഗത്ത് വരുന്നു? അവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണത്തിൻ്റെ ആ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടെന്നും എന്നത് ചെയ്യേണ്ടതാണെന്നും അതോടൊപ്പം ഇതിനേക്കാൾ ഉപരി ഒരു മനുഷ്യത്വപരമായൊരു സംഗതിയില്ലേ. അതെ, ഒരു വ്യക്തിയുടെ ഒരു അവയവം മുറിച്ച് കളയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ എന്താണ് ഒരു ഡോക്ടർ മനുഷ്യനല്ലേ. ഒരു വ്യക്തിയുടെ അവയവം മുറിച്ച് കളയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ സ്ത്രീയുടെയോ പുരുഷനെയോ ആരുടെ ആയിക്കോട്ടെ അവരുടെ ഒരു മുൻകൂർ അനുമതി വാങ്ങിക്കുക എന്നുള്ള സംഗതിയില്ലേ. അത്ര പോലും മനുഷ്യത്വരഹിതമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ പെരുമാറുന്ന സാഹചര്യത്തിലേക്ക് നമ്മളുടെ മെഡിക്കൽ രംഗത്തിൻ്റെ പൊതു സാഹചര്യം, കൾച്ചർ, ആ സിസ്റ്റമിക് കൾച്ചർ മാറിക്കഴിഞ്ഞിരിക്കും. അത് വലിയ പ്രതിസന്ധിയല്ലേ? അതാണ് പ്രതിസന്ധി. അതേ പ്രതിസന്ധി തന്നെയാണ് ഡോക്ടർ ഹാരിസൺ ചൂണ്ടിക്കാണിച്ചത്. അന്ന് അയാളെ ക്രൂശിലേറ്റാണ് അല്ലേ? അതെ, ഇപ്പോഴും വിട്ടിട്ടില്ല. ഇല്ല, കിട്ടുന്ന അവസരത്തിൽ ഡോക്ടർ ഹാരിസിന് പണി കൊടുക്കും. അപ്പം ഈ ഒരു സിസ്റ്റമിക് സാധനം കംപ്ലീറ്റ് തകർന്നു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ആതുര ശുശ്രൂഷ രംഗം എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ ഒരു പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ സജീവമായ ഇടപെടൽ നടത്തുക. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നേരെ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഈ അവിടുത്തെ വൃത്തി, അവിടുത്തെ ഒരു സൗകര്യങ്ങൾ, കൂടുതൽ ഡെവലപ്മെൻറ്റ്സ്, ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ പേര് വരുമ്പോൾ ചെറിയ അബദ്ധമല്ലേ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. ന്യായീകരിക്കാവുന്നതല്ല, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇതേപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഉടനെ തന്നെ ഞങ്ങളൊരു എക്സ്പെർട്ട് കമ്മിറ്റി വഹിക്കും, ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യും. കഴിഞ്ഞ പണി ആ കമ്മിറ്റി സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന 2 ദിവസം പിന്നെ നമ്മുടെ മുഖ്യധാര ചാനലുകളിലൊക്കെ എടുത്തിട്ട് ആക്രോശിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഡൈ ഡൗൺ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് പോയി അടുത്ത വിഷയം വരുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം വെച്ചാൽ ഇതിപ്പോൾ കേരളത്തിൽ അടിയന്തരമായ ഒരു ആവശ്യമാണ്. കാരണം ഇന്നിപ്പം എല്ലാവർക്കും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഭീകരമായ, അവിടെയും യാതൊരു നിയന്ത്രണമില്ല. തോന്നിയ കണക്കാണ് ഈ ആശുപത്രികൾ ഈ കാശ് വാങ്ങുന്നത്. നമ്മുടെ ഈ കൊച്ചി നഗരത്തിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ ഒരേ സംഗതിക്ക്, അതായത് പിന്നെ കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയേക്കാൾ അത്ര ഇല്ലാത്തൊരു ആശുപത്രി, ആ കൂടുതൽ ഇപ്പം 5-6 സ്റ്റാർ എടുക്കുകയാണെങ്കിൽ ഒരു 6th സ്റ്റാറിൽ നിൽക്കുന്ന ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ ഈ 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ ഇരട്ടി കാശ് വാങ്ങിക്കുന്ന ആശുപത്രി എറണാകുളത്തുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെയല്ലേ ഗവൺമെൻറ് ഇടപെടേണ്ടത്? അതെ അല്ലേ? അവിടെയൊക്കെയാണ് ശരിക്കും ഇത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇന്ന് ഒരു നല്ല രീതിയിൽ ഭരിക്കുന്ന വ്യക്തിക്ക് വളരെ ഗംഭീരമായി സർഗാത്മകമായി അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഭരിക്കാനുള്ള അവസരമുണ്ട്. കാര്യം നമ്മളുടെ ഇന്നത്തെ ഒരു സുതാര്യ ലോകമാണ്. മാധ്യമങ്ങൾ എന്ത് നല്ല പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ എത്ര തന്നെ ആരകൻ്റായി അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള മാധ്യമങ്ങളാണെങ്കിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കും, അല്ലെങ്കിൽ സോഷ്യൽ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു പബ്ലിക് കോസിൻ്റെ കൂടെ നിൽക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ രംഗം ഒന്ന് വൃത്തിയാക്കേണ്ട ഏറ്റവും അടിയന്തര ആവശ്യമാണ്. കാരണം ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരാളുടെ കുടുംബജീവിതത്തിൻ്റെ ബജറ്റ് തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഈ സിസ്റ്റം തകരുന്നതിൻ്റെ അപകടം. മാത്രമല്ല ഇപ്പം കുളത്തിലിറങ്ങി കുളിക്കരുതെന്ന് വരെയാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അതെ, അത്രയ്ക്ക് വൾണറബിളാണ് കേരള സൊസൈറ്റി. നമ്മൾ എല്ലാത്തിനും നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളത്തിൽ ചവിട്ടരുത്, ഒരു കുളത്തിലിറങ്ങരുതെന്ന് പിന്നെ ബോർഡ് എഴുതി ഒട്ടിക്കേണ്ടേ ബോധവൽക്കരണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കുളങ്ങളിങ്ങനെ ഈ മറ്റേ അഴുക്കജാലുകളായി മാറി? എന്തുകൊണ്ട് തോടുകൾ അഴുക്കജാലുകളായിട്ട് മാറി? ഇവിടേക്കാണ് ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട സാധനം. മറിച്ച് ഇതിനെയൊക്കെ നമ്മളെല്ലാം അതിനകത്ത് പെട്ടുപോവുകയാണ്. വികസനം എന്നൊരു കാച്ചം കാശ്. ആ ഒരു നറേറ്റീവിനകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ മതി. ഇപ്പോൾ ആരോഗ്യരംഗത്ത് ആരെങ്കിലും ANC വന്നിട്ട് ആരോഗ്യരംഗത്ത് കേരളത്തിൽ നമ്പർ 1 ഡൺ, തീർന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പർ 1 നറേറ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മറവിൽ
ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, സാധാരണ ജനങ്ങളെ ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ രീതിയിൽ സിസ്റ്റമിക്കായിട്ട് നമ്മുടെ ഈ ചികിത്സാ രംഗം ആ ഏകദേശം ഒരു തകർന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നത്, സംശയമില്ല കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.